ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പറഞ്ഞേ. സ്ഥലോ എനിക്ക് മാതാക്കന്മാർ കുഞ്ഞുങ്ങളെ എല്ലാം അതിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. എനിക്ക് ഞാനതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു. പിന്നെ ഇന്ന് ഓൾറെഡി ഇപ്പോൾ ഈ ടോക്കിൻ്റെ സമയത്ത് നമ്മുടെയൊക്കെ കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷനിലേക്കൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഉള്ളത് വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ ഉച്ചയ്ക്ക് ദൈവവിളി ധ്യാനം കേട്ടോ. 11-ാം തീയതി ഉച്ചയ്ക്ക്, ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച് 12-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് തീരും കേട്ടോ ദൈവവിളി ധ്യാനം. പിന്നെ ഒരു 3 മണി 4 മണി ആ സമയമാകുമ്പോഴത്തേക്ക് ഞാനും ഫുൾ ടൈം ക്ലാസ്സിനുണ്ടാകും കേട്ടോ. ഇനി ആരെങ്കിലും ദൈവവിളിയെക്കുറിച്ച് വിവേചിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോരെ കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, പോരെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഇന്നൊരു സാക്ഷ്യമൊക്കെ വായിക്കേണ്ട ദിവസമായിരുന്നു. സാക്ഷ്യം വായിക്കാൻ പറ്റിയിരുന്നു. നാളെ വായിക്കാം സാക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ കഴിഞ്ഞത്തെ ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരു നന്മറഞ്ഞ് ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരൻ, ഞാൻ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെ വെച്ചാൽ കണ്ടത്, വചനങ്ങൾ മുഴുവൻ ഇങ്ങനെ എഴുതി നോട്ട്ബുക്കായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കും. വലിയ ആൾക്കാരെ, പിള്ളേർ മാത്രമല്ല കേട്ടോ. നിങ്ങൾ വചനം എഴുതി പഠിക്കണം കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും കുറച്ച് സമ്മാനമൊക്കെ ഭാവിയിൽ കയ്യിൽ കൊണ്ടു നടക്കാം കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചേക്കരുത്, ഒന്ന് റെഡിയാകട്ടെ. ഹല്ലേലൂയ. അതിൽ വചനം എഴുതുന്നവർക്കൊക്കെ ഒരു സമ്മാനത്തിന് അർഹരാണ്. നിത്യസമ്മാനമുണ്ട്. എന്നാലും പ്രിയമുള്ള സഹോദരങ്ങളിൽ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. അതായത് എങ്ങനെ വിധേയത്വം വരും എന്നതിനെക്കുറിച്ച്. എങ്ങനെ വിധേയത്വം വരും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്ക് എന്നാ പറയാൻ ഒരു വിധേയത്വം ഇല്ല പിള്ളേർക്ക്. ഇപ്പോൾ സ്കൂളോ കോളേജോ പശ്ചാത്തലത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി പറഞ്ഞ ഒരു വിധേയത്വം ഇല്ല. സഭയിലും അങ്ങനെ തന്നെയാണ്. എല്ലാ തലങ്ങളിലും കുറേശ്ശെ അങ്ങനെ വരുന്നുണ്ട്. എൻ്റെ സഹോദരൻ റോമ ലേഖനം 1:5 ലെറ്റർ റോമ ചാപ്റ്റർ 1:5 വചനം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതായത് അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അതൊരു നല്ലൊരു വചനമാണ്. അതായത് പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ധാരാളം കൃപ നിറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അപ്പസ്തോല സ്ഥാനത്തിന് ഞങ്ങൾ അർഹരായിരിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? യേശുവിൻ്റെ നാമം, അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൃപ അപ്പസ്തോല സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന സ്ലീഹ പറയുകയാണ്. പിന്നെ അവസാന ഭാഗം കൊണ്ട് നമുക്കത് വെക്കാം. എന്നിട്ട് ആദ്യ ഭാഗം എടുക്കാം. അപ്പോൾ എങ്ങനെ വിധേയത്വം വരുന്നത്? വിധേയത്വം വരുന്നതിൻ്റെ സഹോദരൻ, ഒന്ന്, യേശുവിൻ്റെ നാമം അതിങ്ങനെ വ്യാപരിക്കണം. വിശ്വാസം ഒരുപാട് വ്യാപരിക്കണം. വിശ്വാസം ഉള്ളിടത്ത് വിധേയത്വം ഉണ്ടാവുള്ളൂ. വിശ്വാസം ഇല്ലാത്തടത്ത് വിധേയത്വം കുറവാണ് എൻ്റെ സഹോദരങ്ങളെ. അതാണ് എൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അബ്രാഹം ദൈവത്തിന് വിധേയപ്പെടുകയാണ്. അതിന് കാരണം അബ്രാഹത്തിന് അതുപോലെ വിശ്വാസമാണ്. അല്ലേ? ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് കീഴ്വഴങ്ങുകയാണ്. അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ അധികാരികളെ ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് പറഞ്ഞാൽ ദൈവം നിയോഗിച്ചവർ എന്ന നിലയിൽ ഇപ്പോൾ റോമ 13 അങ്ങനെ കാരണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണില്ലാതെ പറ്റിയാൽ. വിശ്വാസ വീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് സഹോദരൻ. അതുകൊണ്ടാണ് കൊറിന്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ അധികാര മണ്ഡലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലത്തും നിങ്ങൾ മനസ്സിലാക്കണം, വിധേയത്വം കുറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് കൃപയും അപ്പസ്തോല സ്ഥാനവും? അനേകർ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം സഹോദരങ്ങളെ. അതിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം എല്ലാം യൂസ് ചെയ്യേണ്ടത്. അത് മാതാപിതാക്കന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും പിതാക്കന്മാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും സുവിശേഷ വേലക്കാരെല്ലാവർക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ദൈവം കൃപ തന്നത്. അതിന് വേണ്ടി ദൈവം നമുക്കൊരു സ്ഥാനം തന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ശരിക്കും കൃപ യൂസ് ചെയ്യുമ്പോൾ വിശ്വാസം വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. വിശ്വാസം വ്യാപരിക്കുന്നിടത്ത് വിധേയത്വം വരും. അതാണ് എൻ്റെ സത്യം. അപ്പോൾ സഭയുടെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ അതാണല്ലേ മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇച്ചിരി സീരിയസ് വിഷയമാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ മക്കളിലൊക്കെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? പിന്നെ ചെയ്യേണ്ട കാര്യം ലോകത്തിലെല്ലാവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ സ്വലംബര പ്രാർത്ഥന അത് തന്നെയാണല്ലോ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഇനി പഴയ ടോക്കുകളെല്ലായിടത്തും നോക്കുമ്പോൾ ഭയങ്കര ലിങ്കല്ലേ, ഓരോന്നായിട്ടൊരു കണക്ഷൻ കിടക്കുന്നുണ്ട്. അങ്ങനെ വചനം എല്ലാം അങ്ങനെയാണ്.
ഓക്കെ, ഈശോ അനുഗ്രഹിക്കണം. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ആരാധന സ്തുതിക്കുന്നു. എൻ്റെ യേശുവേ, കർത്താവേ, ഒരുപാട് ഈ കഴിഞ്ഞ നാളുകൾ വായിച്ച സാക്ഷ്യങ്ങൾ ഓർക്കാണ്. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവെ തൊട്ടടുത്ത് യേശു വന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. ഈ ആശീർവാദം ഇതേപോലെ സ്വീകരിക്കുന്ന സമയത്ത് കോമായിലൊക്കെ കടന്നിരുന്നവർക്ക് കർത്താവെ ഈ ഇങ്ങനെ ടോക്ക് കേട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വൈദികൻ അടുത്ത് വന്ന് ആശീർവദിക്കുന്നത് കണ്ടു എന്നുള്ള സാക്ഷ്യങ്ങളുണ്ടല്ലോ കർത്താവ്. അതെല്ലാം ഈശോയാണല്ലോ, അതെല്ലാം ദൂതന്മാരെ അയക്കുന്നതാണല്ലോ. കർത്താവായ ദൈവമേ, അതിനകത്ത് അങ്ങനത്തെ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈശോ ചെയ്തതാണ് ഞങ്ങൾ ഏറ്റുപറയുക. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഇവരെ ആശീർവദിക്കുമ്പോൾ കർത്താവ് ഇവരുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നിരുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ. ഇവർ വ്യക്തിജീവിതത്തിൽ ഈശോ കടന്നിരുന്ന അനുഭവം ഉണ്ടാകട്ടെ. പൈശാചിക ശക്തികൾ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, തടസ്സങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. യേശു ചെന്ന് കെട്ടഴിച്ച് മുട്ടിത്തൽ കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവ് ദൂതന്മാരെ അയക്കുന്ന നന്ദി പറയുകയാണ്. ഓ കർത്താവായ ദൈവമേ, ഏതെങ്കിലും തരത്തിലെ ചതിക്കുഴികളിൽ കുടുങ്ങി കിടക്കുന്നവരെ യേശു നാമത്തിൽ വിടുതൽ പ്രാപിച്ച് അതിനെ രക്ഷപ്പെടുത്ത കരകരട്ടെന്ന് അനുഗ്രഹിക്കുക. കർത്താവ് കടബാധ്യതകളിൽ തകർന്നു കിടക്കുന്നവർ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഓ ദൈവമേ, മക്കളില്ലാത്ത ദമ്പതികളെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ചെറിയ കൈക്കുഞ്ഞുങ്ങൾക്ക് വരെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുഞ്ഞുങ്ങൾക്ക് രോഗപ്പെടുന്ന യേശു നാമത്തിൽ വിട്ടുപോട്ടെ. എൻ്റെ പിതാവേ, ഓരോരുത്തരെയും വിശുദ്ധ കുരിശിനാൽ മുദ്രയിടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.